എല്ലാവരും പറയുന്ന കാര്യമാണ്, എനിക്ക് കഴിവ് ഇത്രയേ ഉള്ളൂ. ആമേൻ. എന്റെ പശ്ചാത്തലം അത്ര നല്ലതല്ല, അല്ലേ? ഇന്ന് പകലിലും പറഞ്ഞില്ലേ? ആമേൻ. എന്റെ സാഹചര്യം മോശമാ. ആമേൻ. ഹല്ലേലൂയ. ഇത് വരയാണ്, ഇത് വിധിയാണ്. ഹല്ലേലൂയ. എന്നാൽ എന്റെ അവസ്ഥ ഇതാണ്. ആമേൻ. ഇതെല്ലാം ഹല്ലേലൂയ പരിമിതിയുടെ ഭാഷയാണ്, അല്ലേ? ആമേൻ. ഒരു വൃത്തത്തിനകത്ത് കേറി നിന്നിട്ട് പറയുന്നത് പോലെയാ, ഒരു റൂമിനകത്ത് കേറിയിരുന്ന് പറയുന്നത് പോലെയാ, ഒരു സർക്കിളിനകത്തിരുന്ന് പറയുന്നത് പോലെയാ. എന്താ പറയുന്നേ? ആമേൻ. എനിക്ക് കഴിവിത്രയേ ഉള്ളൂ. ആമേൻ. എന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. എന്റെ വിദ്യാഭ്യാസം, എന്റെ ശരീരത്തിന്റെ അവസ്ഥ, എന്റെ പ്രായം, ഇതൊക്കെ കണക്കിലെടുത്തിട്ട് പറയുകയാണ്. ആമേൻ. എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പണ്ട് അബ്രഹാമിന്റെ ഭാര്യ ആയ സാറ ദൂതന്റെ അവൻ വായിൽ നിന്ന് ചില വാക്ക് കേട്ടപ്പോ ചിരിച്ചതുപോലെ ഇന്ന് രാത്രിയിലും അവൻ ഇത് കേൾക്കുമ്പോ ചിരിക്കുന്നവരുണ്ടെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകലിലും അവൻ ചിലതൊക്കെ കേട്ടപ്പോ ചിരിച്ചവരുണ്ടെന്ന്. ഹല്ലേലൂയ. ആമേൻ. എനിക്കല്ലയോ എന്റെ സാഹചര്യം അറിയത്തുള്ളൂ, എനിക്കല്ലേ എന്റെ ശരീരത്തിന്റെ വേദന അറിയത്തുള്ളൂ, എനിക്കല്ലേ എന്റെ കപ്പാസിറ്റി അറിയത്തുള്ളൂ, അല്ലേ? ഹല്ലേലൂയ. ചില അമ്മമാര് ചില മക്കളെ കുറിച്ച് അപ്പന്മാരോട് പറയുന്നത് ഇങ്ങനെയാ, ആമേൻ, മകന്റെ കപ്പാസിറ്റി ഇത്രയേ ഉള്ളെന്ന്. ഹല്ലേലൂയ. ഏതോ സർക്കിളിനകത്ത് ഏതോ പരിമിതിക്കകത്തിരുന്ന് പറയുക. ഹല്ലേലൂയ. എന്റെ അവസ്ഥ ഇതാണ്. ഇതെല്ലാം പറയിപ്പിക്കുന്നത് ഈ പരിമിതിക്കകത്ത് നിന്നിട്ടാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവം സംസാരിക്കുന്ന ഭാഷ പരിമിതിയുടെ ഭാഷയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അത് ശക്തിയുടെ ഭാഷയാണ്.